ഹായ്, എല്ലാവർക്കും ചാച്ചിയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വയ്യായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ നല്ല മഴയല്ലേ, 2 ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളല്ലേ. പിള്ളേർക്കൊന്നും ക്ലാസ്സില്ല, മഴയൊക്കെ ആയിട്ട് അവധിയാണ്. പിള്ളേർക്കൊന്നും ക്ലാസ്സൊന്നുമില്ല. അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഇവിടെ മഴയൊക്കെ തന്നെയാണ്. ഇന്നലെ ആണെങ്കിൽ നിർത്താതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴ ഇങ്ങനെ പെയ്യും, പിന്നെ ഒരു ഇച്ചിരി സ്റ്റോപ്പ് ചെയ്യും, പിന്നെ പെയ്യും, അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാനും അനിയനും കൂട്ടുകാരനെ കാണാൻ പോയിട്ടുണ്ട്. അനിയൻ്റെ കൂട്ടുകാരൻ പുറത്തായിരുന്നു. അപ്പോൾ അവന് ചെറിയൊരു വയ്യായ്കയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ട നൂറിനാടായിരുന്നു. അത് കാണാൻ വെള്ളിയാഴ്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച്, പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമൊക്കെ കഴിഞ്ഞതാണ് അവൻ്റെ. അപ്പോൾ ആ പെണ്ണും എല്ലാവരും കൂട്ടി ഇവിടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരന്മാർ എല്ലാവരും കൂടി. അങ്ങനെ എനിക്ക് അവിടെ പോയിട്ട് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ട്. അവൻ്റെ അമ്മയെ എന്തൊരു സ്നേഹമുള്ള ഒരു അമ്മയാണ്. പിന്നെ അതുപോലെ തന്നെ അവനാണെങ്കിലും നല്ല കമ്പനിയാണ്, ആ പെണ്ണുമാണെങ്കിലും നല്ല കമ്പനിയാണ്. ഫോൺ ചെയ്തൊക്കെ സംസാരിച്ച്. അവൻ്റെ പേര് സംഗീത് എന്നാണ്, വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ്റെ പേര്. പിന്നെ അവൻ കെട്ടാൻ പോകുന്ന പെൺകൊച്ചിൻ്റെ പേര് വൃന്ദ എന്നാണ്. വൃന്ദ എന്നല്ലേ? ഒരു മിനിറ്റ്, വൃന്ദ തന്നെയാണ്. വൃന്ദ തന്നെയാണ്, വൃന്ദ തന്നെയാണ്. ഞാനൊരു ഡൗട്ട് തീർക്കാനായിട്ട് അനിയൻ്റെ അടുത്ത് ചോദിച്ച്. മാറിപ്പോയ പണിയല്ലേ, സംഗീത ചിലപ്പോൾ എന്നെ കൊല്ലും. സംഗീതയും പെങ്കൊച്ചെന്നെ കൊന്നാൽ. അതുകൊണ്ടാണ്. നല്ല കമ്പനിയാണ് കേട്ടോ അവർ. അവർക്ക് നല്ലൊരു ജീവിതം വേഗം തന്നെ കല്യാണമൊക്കെ ആയി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ വയ്യായ്കയൊക്കെ വേഗം മാറട്ടെ എന്ന് എല്ലാവരും, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ഡിസംബർ മാസമാണ്, നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. ഈ ക്ലൈമറ്റിൽ നമുക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ, ഈ മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഇതിനകത്ത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിന് വേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഇട്ടുതരാം. നമുക്ക് ഒരു ചേട്ടനുണ്ട് പരിചയത്തിൽ, മാമലക്കണ്ടത്താണ്. അവർക്ക് അവിടെ കോട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ 8 പേർക്ക് വരെയും താമസിക്കാൻ പറ്റുന്ന ഫാമിലി കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ തന്നെ ജീപ്പും കാര്യങ്ങളിലും കൊണ്ടുപോവുകയും ഒരു ദിവസം ഫുള്ളായിട്ട് അവർക്ക് വെള്ളച്ചാട്ടവും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പിന്നെ എന്താ പറയുക, അവർക്ക് 8 പേർക്ക് 4000 രൂപ എങ്ങോട്ട് ആവുള്ളൂ. നമ്മുടെ പരിചയത്തിൽ പോകുകയാണെങ്കിൽ 8 പേർക്ക് 4000 രൂപയായിട്ട് താമസിക്കുക, ഒരു ദിവസം ഫുള്ളായിട്ട്. പിന്നെ ഇപ്പോൾ ജീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഫുഡിങ്ങും എല്ലാം ഉൾപ്പെടെ 900 രൂപയാവുള്ളൂ. രാവിലത്തെയും ഉച്ചക്കലത്തെയും വൈകിട്ടത്തെയും ഫുഡ് ഉൾപ്പെടെ. പിന്നെ അവർ വെള്ളച്ചാട്ടവും പിന്നെ അവർ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് കൊണ്ടുപോകുന്നതും. എല്ലാം നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഡയറി മിൽക്കോ അല്ല, മഞ്ച് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അനിയൻ കടയിൽ പോയപ്പോൾ മഞ്ച് മേടിച്ചുകൊണ്ടെന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ച്, ഡയറി മിൽക്ക്, മിൽക്കി ബാർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആർക്കെങ്കിലും മാമലക്കണ്ടത്ത് പോകാൻ താല്പര്യമുള്ളവർ, ഇപ്പോൾ ഈ മഞ്ഞുള്ള സമയത്ത്, ഇപ്പോൾ അവിടുത്തെ നല്ല ക്ലൈമറ്റാണ്, നല്ല രസമാണ്, നല്ല മഞ്ഞും കാര്യങ്ങളാണ്. ആരെങ്കിലും പോകാൻ താല്പര്യപ്പെടുന്നവർ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻ്റ് ഒന്ന് ഇട്ടാൽ മതി. ഞാൻ നമ്പറും ഡീറ്റെയിൽസും തരാം. അവരെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, ഇങ്ങനെ അച്ചു പറഞ്ഞിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ആ ചേട്ടനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ നമ്പർ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യണമെന്ന്. കമൻറ്റ് ചോദിക്കുന്നവർക്ക് കൊടുക്കും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ വീഡിയോയിൽ പറഞ്ഞു, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് വരുന്നവർക്ക് നല്ല രീതിയിൽ എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയണേ. ആവശ്യക്കാർ കമൻറ്റ് ചെയ്യുക.
പിന്നെ എന്താ, പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് കാലിനൊക്കെ എന്തോ കുത്തിയേക്കുന്ന പോലെ, കാലിൻ്റെ പല സ്ഥലങ്ങളിലും തടിച്ചിങ്ങനെ വീർത്തിരിക്കുന്നുണ്ട്, കുത്തിയ പോലെ. എന്താ സംഭവം എന്നറിയില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെന്താ, പിന്നെ ഇങ്ങനെയൊക്കെ പോണ്. പിന്നെ 2 പട്ടിക്കുട്ടികളും പൂച്ചക്കുഞ്ഞുങ്ങളും പിന്നെ ഞങ്ങളുടെ ലക്കിക്കുട്ടനും. ഇപ്പോൾ 3 പട്ടികളുണ്ട്. പിന്നെ പൂച്ചക്കുഞ്ഞും തത്തമ്മയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ടൂർ പോയി കഴിഞ്ഞ് വന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വിശേഷമായിരുന്നു. അവിടെ നല്ല ക്ലൈമറ്റ്, അവിടെ തണുപ്പായിരുന്നു, തണുപ്പും കാര്യങ്ങളായിരുന്നു. എന്നാലും അവൾക്ക് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ശീലമുള്ളതാരുണ്ടും ബസ് യാത്ര ചെയ്താൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഛർദ്ദിക്കുക അങ്ങനെയൊന്നുമില്ല. എവിടെ പോകണമെങ്കിലും നമുക്ക് അവളെ കൊണ്ടുപോവാം. അതുകൊണ്ട് കൊച്ചിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നെ ഇപ്പം നമ്മുടെ കാലാവസ്ഥ ഒരു വല്ലാത്ത കാലാവസ്ഥയല്ലേ, മഴ പെയ്യൽ. ഇപ്പം ഡിസംബറിലൊക്കെ നല്ല തണുപ്പ് മാത്രം രാത്രിയാകുമ്പോൾ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ മഴ പെയ്യാറില്ല. ഡിസംബർ 1-ാം തീയതി തുടങ്ങി നല്ല പൊരിഞ്ഞ മഴയും. അങ്ങനെ കാലാവസ്ഥ ചേഞ്ച് ആവുന്നതനുസരിച്ച് കൊച്ചിന് ഇപ്പോൾ ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അനിയന്മാർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും ചെറിയൊരു വിശേഷവുമായിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.